ബൂത്തുകളിൽ പോയി കഴിഞ്ഞു. ബൂത്തുകളിലൊക്കെ നല്ല ക്യൂകളുണ്ട്. വലിയ ക്യൂ ഇല്ലാത്ത ഒരു സ്ഥലം മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ബാക്കി എല്ലാ ബൂത്തിലും നല്ല ക്യൂ ആണ്. ഇപ്പോഴും ക്യൂ ഉണ്ട്. ബാക്കി നല്ല പോളിംഗ് ആയിരിക്കും എന്നർത്ഥം. ആ പോളിംഗും LDFിന് അനുകൂലമായിട്ടാണ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല മാർജിനിലാണ് LDFിന് വിജയിക്കാൻ സാധിക്കുക. അക്കാര്യത്തിൽ സംശയമില്ല. ഘടകങ്ങൾ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ LDFിന് അനുകൂലമാണ്. തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം ആദ്യം നടത്തിയത് LDF ആണ്. അതിനുശേഷം പ്രവർത്തനങ്ങൾ ആദ്യം ആരംഭിച്ചത് LDF ആണ്. പ്രചരണ പരിപാടി ആദ്യം ആരംഭിച്ച LDF ആണ്. സ്ഥാനാർത്ഥി പര്യടനത്തിൽ LDF ആണ് മുൻപിൽ. കലാശക്കൊട്ടിലും LDF മോശമല്ല. അങ്ങനെ പോളിംഗിലും അത് പോളിംഗ് ആണ് ഏറ്റവും പ്രധാനം. മറ്റെന്തൊക്കെ ഉണ്ടെങ്കിലും പോളിംഗ് ഇല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനമില്ല. പോളിംഗിലും കണ്ടു എന്നതാണ് എനിക്ക് ഇന്ന് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് കൂടിയാണ് ഈ അടിയൊഴുക്കുണ്ടെങ്കിൽ പോലും അടിയൊഴുക്ക് ഉണ്ടായാൽ നമുക്ക് മനസ്സിലാകും അടിയൊഴുക്കുണ്ടാകുമ്പോൾ. ട്രിവാൻഡ്രത്ത് ഞാനന്ന് പ്രവർത്തിച്ചപ്പോൾ ഈ അടിയൊഴുക്കുണ്ടായതിൻ്റെ കാര്യങ്ങൾ ഏറെക്കുറെ അന്ന് മനസ്സിലായിരുന്നു. ഇവിടെ അത്തരത്തിലുള്ള യാതൊരു കാര്യവും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അത് വളരെ വ്യക്തമാണ്. അതെല്ലാം വച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല റിസൾട്ടായിരിക്കും. താങ്ക് യു. BJP ഓരോ സ്ഥലത്തും ഓരോന്നാണ്. ട്രിവാൻഡ്രത്തെ BJP അല്ല ഈ അരുവിക്കരയിലെ BJPക്ക് ഉള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് കഴിഞ്ഞ അസംബ്ലിയിലും കഴിഞ്ഞ പാർലമെൻറ്റിലും നമ്മൾ കണ്ടു. അത് മുഴുവൻ സമാഹരിക്കും. അതല്ലാതെ വലിയൊരു ഒഴുക്കിലേക്കൊന്നും പോകാൻ പോകുന്നില്ല. അതാണല്ലോ അടിയൊഴുക്കെന്ന് പറയുന്നത്. അതിവിടെ നടക്കില്ല. കഴിഞ്ഞ അസംബ്ലിയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം പാർലമെൻറ്റിൽ കാഴ്ചവെച്ചു. അതിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായിരിക്കും ഇത്തവണ O രാജഗോപാൽ സാർ ലഭിക്കുക. അതേ ഉള്ളൂ. അല്ലാതെ ഈ അടി ഒഴുക്ക് എന്ന് പറയുന്ന കാര്യത്തിൽ അർത്ഥമില്ല. ഞാൻ പരിശോധിച്ചിടത്തോളം ഞാൻ ഈ ബൂത്തുകളിൽ സ്ക്വാഡുകൾ, സബ് സ്ക്വാഡുകൾ, വീടുകൾ, വോട്ടർമാരിങ്ങനെയാണല്ലോ ഇതിൻ്റെ വർക്ക്. നല്ല സംഘടനാ വർക്ക് നടന്നിട്ടുണ്ട്. വളരെ ചുരുക്കം വോട്ടുകൾ മാത്രമാണ് ഇനി എത്താനുള്ളത്. അത് എത്തിക്കാൻ നമ്മുടെ പ്രവർത്തകർ ഭഗീരഥ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ടൈമുണ്ട്, 1.5 മണിക്കൂർ സമയമുണ്ട്. അതെല്ലാം ഓരോ വോട്ട് പോലും പോൾ ചെയ്യാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ഈ ഇലക്ഷൻ്റെ പ്രത്യേകത.